ഏതു നേതാക്കൾ എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം അത് ഉണ്ടാക്കിയിരിക്കുന്ന പൊല്ലാപ്പ് കേരള ജനതയ്ക്ക് മുന്നിൽ വീണ്ടും കോൺഗ്രസിനെ അപഹാസ്യമാക്കിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. വീണ്ടും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് എത്തിപ്പോയി എന്നുള്ളതാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റായി അധികാരമേൽക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യം, കേരളത്തിൽ ഇതാ ഗ്രൂപ്പൊക്കെ തീരുകയാണ്, ഇനി ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസ്സാണ് കേരളത്തിൽ ഉണ്ടാവുക എന്നതാണ്. സുധീരൻ വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഏറ്റവും അവസാനം സുധീരനെ ഈ രണ്ട് സൈഡിൽ നിന്ന് നടുക്ക് കെട്ടിയിട്ടിട്ട് അപ്പുറം ഇപ്പുറം നിന്ന് വലിച്ച് ആ വലി സഹിക്ക വയ്യാതെയാണല്ലോ സുധീരൻ ഇട്ടിട്ട് പോയത്. മുല്ലപ്പള്ളി രാമചന്ദ്രനും സമാനമായ അവസ്ഥയിൽ തന്നെയാണ്. ഒരു KPCC പ്രസിഡന്റിന് സ്വതന്ത്രമായി ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും തീരുമാനമെടുക്കാൻ കഴിയാത്ത ഗതികേടിലേക്ക് കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം മാറിയിരിക്കുന്നു എന്ന് ചുരുക്കം. ചിലപ്പോൾ പറയും കോൺഗ്രസിനോട് ഇത്രമേൽ വിരോധമുണ്ടോ എനിക്ക് എന്ന് ചോദിക്കുന്നവരുണ്ടാകും, താഴെ വന്ന് അത് ചോദിക്കും. പക്ഷേ യാഥാർത്ഥ്യം അതാണ് സുഹൃത്തുക്കളെ, നമ്മൾ ബോധ്യപ്പെടുന്നില്ലേ? ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകൾ ഏത് വഴിക്കാണ് പോകുന്നത്? ഗ്രൂപ്പ് രാഷ്ട്രീയം പച്ചയ്ക്ക് പറയുകയാണ്. വയനാട്ടിൽ ഇതുവരെ സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രാമുഖ്യം നേടാതിരുന്ന ഒരു നേതാവിൻ്റെ പേര് ഐ ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുകയാണ്, KP അബ്ദുൾ മജീദിൻ്റെ. അവിടുത്തെ ഐ ഗ്രൂപ്പ് പ്രവർത്തകർ നേരത്തെ മുതൽ പറയുന്ന ഒരു പേരായിരുന്നെങ്കിൽ പോലും ഷാനിമോൾ ഉസ്മാൻ, സിദ്ദിഖ്, MM ഹസൻ, അങ്ങനെയായിരുന്നു പേരുകളുണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു പേര് വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഐ ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്നു അബ്ദുൾ മജീദ്, സിദ്ദിഖിൻ്റെ പേര് എ ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്നു. വടകരയിൽ സിദ്ദിഖിൻ്റെ പേര് എ ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പേര് മുന്നോട്ട് വയ്ക്കുകയാണ് ഐ ഗ്രൂപ്പ്. രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ വടകരയിൽ പോയി നിന്നാൽ കച്ചിയിൽ തൊടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? എന്താലോചിച്ചാണ് ഈ ഗ്രൂപ്പുകൾ നടത്തുന്നത്? അപ്പോൾ വയനാട് വടകരയൊക്കെ ഗ്രൂപ്പിൻ്റെ പേരിൽ വേണം. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിൻ്റെ പേര് എ ഗ്രൂപ്പ് വയ്ക്കുമ്പോൾ ഐ ഗ്രൂപ്പ് പറയുന്നു ഞങ്ങൾക്ക് ജോസഫ് വാഴക്കനെ മത്സരിപ്പിക്കണം. അങ്ങനെ പച്ചയ്ക്ക് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയെ വഴിമുട്ടിക്കുന്ന തരത്തിലുള്ള ആ ഇടപെടൽ അത് കേരളത്തിലെ കോൺഗ്രസിൽ ഒഴിവാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ വരവോടുകൂടി മുല്ലപ്പള്ളി ഒരു ഗ്രൂപ്പിൻ്റെയും ഭാഗമല്ലാത്ത ഒരാൾ, ആർജവമുള്ള ഒരു മുതിർന്ന നേതാവ്. പക്ഷേ അതിനെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് ഇപ്പോഴും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അവരുടെ ഗ്രൂപ്പ് മാനേജർമാരും നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് കോൺഗ്രസ് പോകുന്നത് എന്ന് പറഞ്ഞാൽ നാണക്കേടാണ് കോൺഗ്രസ്. ഇനി മുമ്പേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നവർ മുമ്പേ തോക്കുമെന്നൊക്കെ ന്യായീകരണം രമേശ് ചെന്നിത്തല നിരത്തുന്നുണ്ടെങ്കിലും വൈകിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടായാലും നല്ല സ്ഥാനാർത്ഥികളല്ലെങ്കിൽ ജയിക്കില്ല എന്ന് കോൺഗ്രസ്സുകാർ പലവട്ടം ഓർമ്മിക്കണം.